അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വളർന്നു വന്ന ഒരു താമരയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് ഒരു ജനകീയനായ ഒരു നേതാവല്ല. കേരളത്തിൽ ഈ പറയുന്ന ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ ഒരു കാര്യം കൂട്ടി ചോദിച്ചോട്ടെ, റിപ്പബ്ലിക് ടിവിയിലും ഏഷ്യാനെറ്റിലുമുള്ള അദ്ദേഹത്തിന്റെ നിക്ഷേപം തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് കരുതി കൂടെ? ഇല്ല, അത് നമുക്കതിനെ പറയാൻ പറ്റില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാനലിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വലിയ വലിയ ടെക്നോളജി രംഗത്ത് നിൽക്കുന്നവരല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിലനിൽക്കേണ്ടത്. അതിലൊക്കെ ഉപരിയായിട്ട് കേരള പൊളിറ്റിക്സ് അവർ പരിപൂർണമായിട്ട് അവർ ജനകീയമായ നേതാക്കന്മാരായിരിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം. പക്ഷേ കേരളത്തിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി അതൊന്നുമല്ല. ഈ ഗ്രൂപ്പുകളെ എങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, അത് കാലം തെളിയിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് എവിടം വരെ വിജയിക്കാൻ കഴിയുമെന്ന് എനിക്കതിനകത്ത് വളരെ പെട്ടെന്നൊരു അനുഭവമുള്ളത്, ഞങ്ങളുടെ പ്രസ്ഥാനം RSP LDFിൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ LDFിലാണ്, നേരത്തെ UDFിൽ നിന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇലക്ഷൻ്റെ ലോക്സഭാ ഇലക്ഷൻ്റെയും നിയോജകമണ്ഡല ഇലക്ഷൻ്റെയും ഒക്കെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമുണ്ട്, 3 ധ്രുവങ്ങളിൽ BJP പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് സന്ദീപ് വാര്യർക്ക് പറയായിരിക്കും. കുറച്ച് പേര് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കുമ്പോൾ, കുറച്ച് പേര് LDF സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്, കുറച്ച് പേര് UDF സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ധ്രുവങ്ങളായിട്ട് പല തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിക്കുന്നവരാണ് ഇവിടെയുള്ള BJP നേതാക്കന്മാർ. ഇവിടെ BJPക്ക് സംസ്ഥാനത്തിൽ പ്രസിഡന്റ് ആകുന്നതിന് നേതൃദാരിദ്ര്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. അവർക്ക് നിരവധി നേതാക്കന്മാരുള്ളൊരു പാർട്ടിയാണ്. പക്ഷെ ആ നേതാക്കന്മാരെ പലപ്പോഴും അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിലുണ്ടാകുന്ന വിമുഖത. ഇവിടെ സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് വലിയ വിലയിരുത്തലുകളില്ലെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള ജനങ്ങളുടെ ഇടയിലേക്ക്, വിശേഷിച്ചും സ്ത്രീകളുടെ ഇടയിൽ വളരെ കൂടുതൽ സ്വാധീനമുള്ളൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പിന്നെ ഒരു പിന്നോക്ക സമുദായം, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ നോക്കിയത് കേരളത്തിലുള്ള ഈ ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നി, ഗ്രൂപ്പുകളെ മൊത്തത്തിൽ ഒതുക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കണം കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊളിച്ചെഴുതുക. അത് രാജീവ് ചന്ദ്രശേഖറിന് എത്ര കണ്ട് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത്, നമുക്കറിയാം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുള്ളപ്പോൾ K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഇവരൊക്കെ ഭഗീരഥ പ്രയത്നം ചെയ്താണ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങേയറ്റത്തെ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യന്മാരായിരുന്നു ഇവർക്ക്. ഇവർക്ക് പോലും പലപ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് നേരിടുന്നത് അത് തന്നെയാണ്. ഇത്രയും വലിയ ഗ്രൂപ്പുകളൊന്നും കോൺഗ്രസിലില്ല, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. 1, 2, 3 ഗ്രൂപ്പുകളാണ്. പക്ഷേ ഇവിടെ 1, 2, 3 ഒന്നുമല്ല, വാർഡ് തലത്തിൽ തന്നെ ശക്തമായിട്ട് BJPക്ക്, എനിക്കറിയാം എൻ്റെ പഞ്ചായത്തിലൊക്കെ തന്നെ അവർ പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളെ എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും? ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ ഗ്രൂപ്പുകളെ യോജിപ്പിക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ പറ്റുമോ, അതോ കേന്ദ്ര നേതൃത്വത്തിന് ഇതിനകത്ത് തെറ്റുപറ്റുമോ എന്നൊക്കെ വളരെ കൂടുതൽ നാൾ കാത്തിരിക്കേണ്ട. നമ്മൾ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ 2 മുന്നണികൾക്കും ബദലായി മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ റിബൽ സ്ഥാനാർത്ഥികൾ വരും, എവിടെയൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നേതാക്കന്മാർ തന്നെ മുന്നോട്ട് വരും. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയതിലൂടെ ഈ നേതൃത്വം തെറ്റാണെന്ന് തെളിയിക്കാൻ, ഈ നേതൃത്വം പരാജയമാണെന്ന് തെളിയിക്കാൻ എൻ്റെ ഒരു ദൃഢമായ വിശ്വാസം, BJPയിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ സജീവമായിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പടയൊരുക്കം നീക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, ഇത്രയും നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലപ്പോഴും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷന്മാരെയോ ചെറുതാക്കി കാണിക്കാൻ അതിനകത്തുള്ള വിമത ഗ്രൂപ്പുകൾ പരസ്യമായോ രഹസ്യമായോ പ്രവർത്തിക്കുന്ന നേരിട്ട് കണ്ട അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പരാജയപ്പെടുത്തി കാണിക്കേണ്ടത് BJPയുടെ ഇവിടുത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ആവശ്യമാണ്.